നിങ്ങളുടെ മദാലസ സ്വപ്നം ഇവിടെ എന്താണ്? ഈ മദാലസയെ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ് ഷാ? അല്ലെങ്കിൽ ജിഹാദികളെ മദാലസകളെ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? അത് സൂറത്ത് 78-33 പറയുന്നുണ്ട്. വകവാഇബു അത്റാബ വകഅസൻ ദിഹാക്ക. നിങ്ങൾക്ക് കൂർത്ത മുലകളുള്ള സമപ്രായക്കാരായ തരുണീമണികളെ തരും. നിങ്ങൾക്ക് പറഞ്ഞു പൊന്തുന്ന പാനപാത്രങ്ങളും മദ്യചഷകങ്ങളും നിങ്ങൾക്ക് നൽകും. 78-33-34 ഒരു ദൈവം പറയാം കൂർത്ത മുലയുള്ളതിനെ തരുമെന്ന്. എന്തൊരു ദൈവം അത്! കെ എസ് ഗോപാലകൃഷ്ണൻ ക്രോസ് ബെൽറ്റ് മണിയുടെ ഒക്കെ പടം ഞാൻ പഠിക്കുന്ന സമയത്ത് നൂൺ ഷോ പോയി കാണുമായിരുന്നു. അതില് പോലും ഇത്ര കൂർത്ത മുല കണ്ടിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ അള്ളാഹ് പറഞ്ഞിരിക്കുന്നതിനൊക്കെ കൂർത്ത മുലയുള്ളതിനെ അവിടെ തരുമെന്ന്. എന്തൊരു ദൈവമാണല്ലേ! ഒന്ന് ചിന്തിച്ചു നോക്കി, ചുമ്മാ ഒന്ന് ചിന്തിക്കാൻ പറയുക. ഒന്ന് ചിന്തിച്ചു നോക്കി, മുസ്ലിങ്ങളുടെ ദൈവം എന്തൊരു ദൈവമാണ്. ഇവിടെ ജീവിക്കുന്നവരോട് പറയാം, നിനക്ക് കൂർത്ത മുലയുള്ള സമപ്രായക്കാരായ തരുണീമണികളെ നിനക്ക് അവിടെ തരും. അതിന്റെ കൂടെ നിനക്ക് നല്ല പറഞ്ഞു പൊന്നുന്ന മദ്യചഷകങ്ങളും നൽകും. നമ്മള് നമ്മുടെ മക്കളോട് പറയുമോ, നീ അല്ല, പോയി സമപ്രായം എന്ന് പറഞ്ഞാല് 75 വയസ്സുള്ള ആൾക്ക് അപ്പൊ 75 വയസ്സുള്ള ആൾക്കാരെ കിട്ടുള്ളൂ. അല്ല, അതിന് പിന്നെ ഹദീസിൽ പറയുന്നുണ്ട്, അവിടെ എല്ലാവരും 22 വയസ്സുകാരായിരിക്കും. എല്ലാവരും അവിടെ 22 വയസ്സുകാരായിരിക്കും അവിടെ അത് ശരി. പറഞ്ഞിരിക്കുന്നത്. അല്ല, മറ്റാള് ലൈക്ക് അടിച്ചിരിക്കണ്, ഡിസ്ലൈക്ക് അടിച്ചിരിക്കണ്. 22 വയസ്സുകാര് ഇങ്ങനെ വന്ന് കാണ്ട് 22 ഇവിടെ വന്ന് വയസ്സുകാർക്ക് കാണ്ട് ഈ ഉളുപ്പില്ലായ്മ കേൾക്കാനും വേണമല്ലേ ലേസൊരു തട്ടടോ. സുപ്രഭാതം പറയട്ടെ. അപ്പൊ അവിടെ എല്ലാവർക്കും 22 വയസ്സെന്നാണ് പിന്നെ ഈ പറഞ്ഞിരിക്കുന്നത്, ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് 22 വയസ്സുകാർ. പിന്നെ നിങ്ങൾ ഈ പഴയ പിന്നെ ഈ തലക്കെട്ട് മൗലവിമാരുടെ വകല് കേട്ട് നോക്കിയേ, അതൊക്കെ പറയുന്നുണ്ട് അവിടെ എല്ലാവരും 22 വയസ്സുകാരായിരിക്കും. കാരണം ഇവരുടെ ഈ മൊത്തം ഈ മണ്ടത്തരമാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഈ മറ്റു മതസ്ഥർ ഇപ്പൊ ഈ ഫസൽ പറഞ്ഞുകൊണ്ട് എന്റെ ഒരു അനുബന്ധമായിട്ട് പറയാം. അതായത് ഫസൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ ഈ മുസ്ലിമീങ്ങൾക്ക് നോയമ്പ് തുറക്കാനും മറ്റ് ക്രിസ്ത്യൻ പള്ളികളിലും ഒക്കെ പെരുന്നാൾ നിസ്കരിക്കാനും ഒക്കെ മുസല്ല വിരിച്ചു കൊടുക്കുമ്പോൾ ഈ മുസ്ലിമീങ്ങൾ എന്നും 5 നേരത്തിന് ശേഷം അവരുടെ 5 നേരം പ്രാർത്ഥന ഉണ്ട്. നിങ്ങൾക്കറിയാലോ, സുബഹി, ലൊഹറ, അസറ, മഗ്രിബ്, ഇശ. പിന്നെ ഈ 5 നേരത്തെ നമസ്കാരമുണ്ട്. ഈ നമസ്കാരത്തിന് ശേഷം ഇവർ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ ഫസലിനൊക്കെ അറിയാം. നിങ്ങൾ അറിയാൻ മേലെങ്കിൽ നിങ്ങളൊന്ന് പഠിക്കണം ആ ദുആ എന്താണെന്നുള്ളത്. ഇവർ 5 നേരം, എല്ലാ 5 നേരത്തെ നമസ്കാരത്തിന് ശേഷവും മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഒരു ദുആയാണ് ആ ദുആ. ദുആ ഇല്ലാതെ ഇവർ മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമായില്ല. ഏത് നമസ്കാരം കഴിഞ്ഞാലും അവർ ആ ദുആ ചെയ്യും. ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന ഒരു പരിപാടി. ഹജ്ജത്തുൽ വിദാ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ വിടവാങ്ങൽ പ്രസംഗമാണ്. മുഹമ്മദ് നബി മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി മക്കത്തെ ഒരു മലമുകളിൽ വെച്ച് തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗം. പിന്നെ അതിനുശേഷം പുള്ളി പൊതുയോഗത്തെ പബ്ലിക് മീറ്റിങ്ങിനെ പുള്ളി അഭിസംബോധന ചെയ്തിട്ടില്ല. അതിനുശേഷം പുള്ളിക്ക് ആ വിഷം, നമ്മുടെ ജൂതസ്ത്രീ കൊടുത്ത വിഷം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ട്രോങ് ആയി തീരുമെന്ന് മനസ്സിലായപ്പോഴാണ് പുള്ളി വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്. അതിനുശേഷം പുള്ളി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മരിക്കുകയും ചെയ്തു. ആ വിടവാങ്ങൽ പ്രസംഗത്തിലും പുള്ളി ആ പ്രസംഗം എല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം ഈ ദുആ ചെയ്തു. അതുകൊണ്ടാണ് ഈ ദുആ എല്ലാ മുസ്ലിം പള്ളികളും, നിങ്ങൾ ഏത് മുസ്ലിം പള്ളികളിലും നോക്കിയോ, ഞാൻ ഈ ദുആ പറയുന്നത് നിങ്ങളൊന്ന് എഴുതി വെച്ച് ചുമ്മാ നിങ്ങൾ ഇവരുടെ ഈ ജുമാ പള്ളികളൊക്കെ ഉണ്ടല്ലോ, മുസ്ലിമീങ്ങളുടെ ജുമാ പള്ളികളിലൊക്കെ ചില പള്ളികളിലൊക്കെ കോളാമ്പി കൂടെ പുറത്തേക്ക് സംസാരം കേൾപ്പിക്കുന്നത്, അവിടെയൊക്കെ ഈ ദുആ കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ദുആ കേൾക്കണം, ദുആ നോക്കണം. നാസർ കുടുവനം പറഞ്ഞതുപോലെ ഇങ്ങനെ പറയുന്നുണ്ടെന്ന്. എല്ലാ 5 വക്ത് നമസ്കാരത്തിലും ഇവർ ഈ ദുആ പറയും. എന്താണെന്നറിയാം? اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين اللهم اجعل يا رب العالمين. ഈ 4 വാക്യങ്ങൾ ഈ ദുആ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ പറയാൻ നിന്ന് എനിക്ക് ദുആ അറിയാം. ഒരു അരമണിക്കൂർ നിങ്ങൾ അതിനെ കേൾക്കേണ്ടി വരും. ഒരു അരമണിക്കൂർ ദുആ ഉണ്ട്. ഈ അരമണിക്കൂറുള്ള ദുആയിലെ പറയുന്ന ഒരു 4 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ 4 വാക്യങ്ങൾ ഈ ദുആയിലുണ്ട്. ഈ 4 വാക്യങ്ങൾ പറയാതെ ഈ ദുആ ഇല്ല. ഈ 5 നേരത്തെ നമസ്കാരത്തിൽ ഈ ദുആ മുസ്ലിമീങ്ങൾ ചെയ്യും. പെരുന്നാൾ മുസ്ലിമീങ്ങളുടെ ജുമാ നമസ്കാരത്തിന് ശേഷം ഈ ദുആ ചെയ്യും. മുസ്ലിമീങ്ങൾ ഒരു പബ്ലിക് മീറ്റിംഗ് നടത്തുകയാണെന്ന് വെച്ചാൽ, ഒരു ജിഹാദി പ്രസംഗം, SDPI പോപ്പുലർ ഫ്രണ്ടുകാർ നടത്തുന്ന പ്രസംഗങ്ങളില്ലേ, അതിലും ഒരു ദുആ ഉണ്ട്. ആ ദുആയിലും അതിലൊരു പ്രസംഗത്തിന്റെ അവസാനം ഒരു ദുആ ഉണ്ട്. ഒരു ആരെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആയിലും ഈ 4 വാക്യങ്ങൾ അവർ പറയാതിരിക്കില്ല, പറഞ്ഞിരിക്കും. അതിന്റെ അർത്ഥം എന്താ അറിയാമോ? ഈ ദുആയുടെ അർത്ഥം നിങ്ങൾ കേൾക്കണം. ഈ ക്ഷേത്രങ്ങളിൽ, നേരത്തെ ഫസൽ പറഞ്ഞ പോലെ, ക്ഷേത്രങ്ങളിൽ നോയമ്പ് ഉറപ്പിക്കുന്ന ഹിന്ദുക്കളും പള്ളികളിൽ ഇവർക്ക് നിസ്കാരപ്പായ ഇരിക്കുന്ന ക്രിസ്ത്യാനികളൊക്കെ കേൾക്കണം. ഈ ദുആയുടെ അർത്ഥം എന്ന് അറിയാം? അള്ളാഹുവെ, നീ ഇസ്ലാമിനും മുസ്ലിമീങ്ങളുടെയും യശസ് ഉയർത്തേണം. അള്ളാഹുവെ നീ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും യശസ് ഉയർത്തേണം. അള്ളാഹു അസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നീ മുസ്ലിമീങ്ങളുടെയും ഇസ്ലാമിന്റെയും യശസ് ഉയർത്തേണം. അത് കഴിഞ്ഞ് പറയാണ് വാദില്ല ശിർക വൽ മുശ്രിക്കീൻ. അതിന്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങൾ അള്ളാഹുവെ നീ അമുസ്ലിമീങ്ങളെയും ബഹുദൈവ വിശ്വാസികളെയും ശരിക്കെടുത്ത് കേൾക്കണം ഹിന്ദുക്കൾ കേട്ടോ.
ഈ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ പങ്കുചേർക്കുക. അള്ളാഹുൽ പങ്കുചേർക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. കാരണം അവർ 3 ദൈവം ഉണ്ടെന്നാണ് ഇവർ പറയുന്നതെന്നാണ് ഇവർ പറയുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് 3 ദൈവത്തിന്റെ ആളത്വങ്ങളാണ്. അതുകൊണ്ട് ഇത് 3 ദൈവങ്ങളാണ് എന്നാണ് ഖുർആനിൽ പ്രതിപാദിച്ചത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആരാണ്? ഷിർക്ക് ചെയ്യുന്നവരാണ്. ജൂതന്മാരാരാണ്? ഷിർക്ക് ചെയ്യുന്നവരാണ്. അവരെല്ലാം ഇവർ പറയുന്നുണ്ട്, ഈ ജൂതന്മാരെ പറയുന്ന അവര് ഇസ്രാ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ദൈവപുത്രനായി കാണുന്നു എന്നാണ്. അവര് പഴയ ബൈബിളിലും ഇല്ല, ജൂതന്മാർക്കും അങ്ങനെയൊന്നും അറിയത്തില്ല, പക്ഷെ ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുന്നു, അതുകൊണ്ട് ക്രിസ്തുവിനെ അവർ ദൈവമായിട്ട് കാണുന്നു. അതുപോലെ മറ്റുള്ളവര് ഈ ദൈവത്തിൽ പങ്കുചേർക്കുന്നവരായിട്ടാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളല്ലാത്ത ഈ സെമിറ്റിക് മതങ്ങളിലെ മറ്റു മതക്കാർ ഇവർ കാണുന്നു. പിന്നെ ബഹുദൈവ വിശ്വാസികളായ ഹിന്ദുക്കളെ പോലുള്ളവര്, പേർഷ്യൻ മതക്കാര്, ഖുറൈശി വിശ്വാസികള്, പേഗം മതക്കാര്, ഇവരൊക്കെ എന്താണ്? ബഹുദൈവ വിശ്വാസികളാണ്, ഒന്നിലധികം ദൈവങ്ങളുള്ളവര്. അതില്ല ശിർക്കവൽ മുശ്രിക്കീൻ. അതിന്റെ അർത്ഥം അള്ളാഹുവെ അമുസ്ലിമീങ്ങളെയും ബഹുദൈവ വിശ്വാസികളെയും നീ പരാജയപ്പെടുത്തേണമേ. കണ്ടോ? അത് കഴിഞ്ഞ് പറയണ ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ നശിപ്പിക്കണമേ. അത് കഴിഞ്ഞ് പറയാണ് ഇസ്ലാമിക ലോകത്ത് അല്ലാഹുമ്മ യാ റബ്ബൽ ആലമീൻ, ഇസ്ലാമിക ലോകത്ത് നീ ശാന്തിയും സമാധാനവും കൊടുക്കണമേ. കണ്ടോ? എന്തൊരു പ്രാർത്ഥനയായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ക്രിസ്ത്യാനികളെ, ഹിന്ദുക്കളെ, അല്ലെങ്കിൽ ഈ മുസ്ലിമീങ്ങൾക്ക് പാവിരിക്കുന്ന നമസ്കാരത്തിനും എല്ലാത്തിനും പാവിരിച്ച് അവരെ ഇപ്പൊ ഈ മുജാഹിദ് ബാലുശ്ശേരിനൊക്കെ പ്രസംഗത്തിന് വിളിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഇവർ എല്ലാ 5 നേരത്തെ നമസ്കാരത്തിൽ ഈ ദുആ ചെയ്യും. എല്ലാ മദ്രസകളിലും കുട്ടികളെ ഈ ദുആ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മൗലവിമാർ ഈ ദുആ ചെയ്യാതെ ഒരിക്കലും അവരുടെ പ്രസംഗം അവസാനിപ്പിക്കുകയില്ല. അവരുടെ കർമ്മങ്ങളൊന്നും, മുസ്ലിമീങ്ങളുടെ ഒരു കർമ്മങ്ങൾ ഈ ദുആ ഇല്ലാതെ അവസാനിപ്പിക്കുകയില്ല. ആ ദുആയുടെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ആ ദുആയിൽ പറയുന്നതാണിത്. അതായത് ബഹുദൈവ വിശ്വാസികളായ ഹിന്ദുക്കൾ ഓർത്തോണം, ഹിന്ദുക്കളാണ് ബഹുദൈവ വിശ്വാസികളാണ് ഹിന്ദുക്കൾ. ബഹുദൈവ വിശ്വാസികളെയും മുസ്ലിമീങ്ങളെയും നീ പരാജയപ്പെടുത്തണമേ. അള്ളാഹുവിന്റെ ശത്രുക്കളെ നീ നശിപ്പിക്കണമേ. ഇസ്ലാമിക ലോകത്തിന് നീ ശാന്തി കൊടുക്കണമേ. എന്താണ് പറഞ്ഞത്? മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിന്റെ യശസ് ഉയർത്തണമേ. കണ്ടോ? ഒരു തികഞ്ഞ ഒരു വർഗീയ പ്രാർത്ഥന. ഇതാരാണ് പഠിപ്പിച്ച? മുഹമ്മദ് നബി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. ഇവർ എല്ലാ നമസ്കാരത്തിലും എല്ലാ കർമ്മങ്ങളിലും ഇവർ ഈ പ്രാർത്ഥന ചൊല്ലുന്നു. ഇത് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് കളവാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ച് നിങ്ങൾ നിങ്ങളെ ഒന്ന് അഭിനയിക്കുക. ഒരു മുസ്ലിമായിട്ട് അഭിനയിച്ചു ഒരു തൊപ്പിയൊക്കെ വെച്ച് ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറി ജുമായിക്കോ ലോഹർ നമസ്കാരത്തിനോ അസർ നമസ്കാരത്തിനോ കയറിക്കോ. നിങ്ങളാരും തൂക്കിയൊന്നും കൊല്ലുകയല്ല, നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞാലും നിങ്ങൾ കയറി വെച്ച് നിങ്ങൾ ഇരിക്കണം. ഇരുന്ന് വെച്ച് ഈ പ്രാർത്ഥന നമസ്കാരം കഴിഞ്ഞ് വെച്ച് മൊയ്ലിയാര് ഈ ദുആയിൽ ഈ വാക്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ 4 വാക്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കി, നിങ്ങളൊന്ന് നോട്ട് ചെയ്തു. ഈ 4 വാക്യങ്ങളില്ലാതെ ഒരു പ്രാർത്ഥന ഇവർ അവസാനിപ്പിക്കുകയില്ല. കബാലയുണ്ടല്ലോ, മുസ്ലിങ്ങളുടെ ഹജ്ജ് നടക്കുന്ന കബാലയത്തിൽ എന്നും ഈ പ്രാർത്ഥന അലയടിച്ച് അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതൊരു തികഞ്ഞ വർഗീയ പ്രാർത്ഥന. ഇതൊരു ഇന്ത്യ പോലത്തെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാമോ? ഇന്ത്യ എന്നല്ല, ഏതെങ്കിലും ഒരു മതേതര സമൂഹത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാമോ? ഈ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? ഇസ്ലാമിന്റെ മുസ്ലിം യശസ്സ് വേണമേ, കാഫിര്യങ്ങൾ മുസ്ലിമുകൾ അല്ലാത്ത എല്ലാവരെയും പരാജയപ്പെടുത്തണമേ, നശിപ്പിക്കണം.